ഒരു മനുഷ്യന് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സമയം നിശ്ചലമാകും. ശേഷം അത് പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രാഹ് മിഹ്റാജ് എന്ന യാത്ര സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ? ഇതിനുവേണ്ടി നമുക്ക് ഖുർആൻ, ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലിൻ്റെ മിഹ്റാജ് യാത്ര, ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട്, സ്പേസ്, ടൈം, ലൈറ്റ്, ഡയമെൻഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലൂടെ നമുക്കിതിൻ്റെ സാധ്യതകളെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലെ ഓരോ ഭാഗവും അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഇപ്പോൾ ഒരു ശാന്തമായ രാത്രിയിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ആത്മീയമായി ശുദ്ധീകരിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ വാഹനമായ, അല്ലെങ്കിൽ ഇടിമിന്നൽ വെളിച്ചം എന്നൊക്കെ അറബിയിൽ അർത്ഥം വരുന്ന വാഹനത്തിൽ ഈ യാത്ര ആരംഭിക്കുകയാണ്. ഈ ദൈവീക യാത്ര മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് അൽ അഖ്സ മസ്ജിദിലേക്കുള്ള യാത്രയാണ് ഇസ്ര. ശാസ്ത്രം പറയുന്നു, വെളിച്ചത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ സമയം മന്ദമാകും. ഇത് ഐൻസ്റ്റീൻ ടൈം ഡയലേഷൻ തിയറി പ്രകാരം വെളിച്ചത്തിൽ സഞ്ചരിക്കുന്നവർക്ക് സമയം കുറച്ച് നിമിഷം പോലെ തോന്നും. പക്ഷേ ഭൂമിയിലുള്ളവർക്ക് അത് വർഷങ്ങളായേക്കാം. അതായത് റസൂൽ വെളിച്ച വേഗതയിൽ അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് സഞ്ചരിച്ചപ്പോൾ മനുഷ്യരുടെ സമയം മന്ദമായിപ്പോയി. അതിനാൽ അത്ര വലിയ യാത്രയും മടങ്ങിയെത്തിയതും ഒരു നിമിഷം പോലെയായി. അതായത് നമുക്കിപ്പോൾ അറിയാം, മികച്ച ഒരു സാങ്കേതിക വിദ്യയുടെ സഹായമുണ്ടെങ്കിൽ ഇത് സാധ്യമാകുന്ന കാര്യം തന്നെയാണ്. ഭാഗം 2. ബുറാഖ് എന്ന വെളിച്ചവാഹനം മക്കയിൽ നിന്ന് യെരുശലേമിലെ അൽ മസ്ജിദിലേക്ക് എത്തി. അവിടെ റസൂൽ എല്ലാ പ്രവാചകന്മാരെയും നയിച്ച് നമസ്കാരം നടത്തി. മൂസ, ഈസ, ഇബ്രാഹിം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇത് ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ മൾട്ടിവേഴ്സ് എൻകൗണ്ടറാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഒരേ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്നത് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന സിദ്ധാന്തവുമായി സാധ്യമാണ്. ഒരു ബോധം മറ്റൊരു ഡയമെൻഷനിലേക്ക് കടന്നാൽ അവിടെ കാലമില്ല, സമയത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഒന്നിച്ചു നിലനിൽക്കുന്നു. അതുകൊണ്ട് റസൂൽ എല്ലാ പ്രവാചകരെയും ഒരേ സ്ഥലത്ത് കാണാൻ കഴിഞ്ഞു. അത് ടൈം ഫ്ലോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് രണ്ടാമത്തെ ഭാഗവും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഭാഗം 3. മിഹ്റാജ് യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്ര. അൽ അഖ്സയിൽ നിന്ന് റസൂൽ സ്വർഗത്തിലേക്കുള്ള അത്ഭുതകരമായ യാത്ര ആരംഭിക്കുകയാണ്. ജിബ്രീൽ എന്ന പ്രകാശത്താൽ നിർമ്മിതമായിട്ടുള്ള ആ മാലാഖ കൂടെയുണ്ട്. ഓരോ സ്വർഗത്തിലും അദ്ദേഹം വ്യത്യസ്തമായ പ്രവാചകരെ കണ്ടു. ആദം, ഈസ, യൂസുഫ്, ഹാറോൺ, മൂസ, എബ്രഹാം എന്നിവരെയെല്ലാം. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഡയമെൻഷൻ ട്രാവൽ ആണ്. അത് നമ്മുടെ 3 ഡയമെൻഷൻ, ഉയരം, വീതി, ദൈർഘ്യം, 4th ഡയമെൻഷനിലേക്കുള്ള ബോധത്തിന്റെ യാത്രയാണ്. ഫിസിക്സ് പറയുന്നത് മനുഷ്യബോധം സൂക്ഷ്മമായ എനർജി ഫീൽഡാണ്. ആത്മാവിന്റെ ഏറ്റവും ശുദ്ധമായ വൈബ്രേഷനാണ്. അത് ഉയർന്ന നിലയിലെത്തുമ്പോൾ മറ്റ് എനർജി ഡയമെൻഷൻ കാണാൻ സാധിക്കും. അതാണ് സൂഫിയൽ 7 സ്വർഗങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ മികച്ച സാങ്കേതിക വിദ്യയിലൂടെ ഇതും സാധ്യമാണ്. ഭാഗം 4. സമയം മറികടന്ന അനുഭവം. മിഹ്റാജ് യാത്രയിൽ റസൂൽ പറഞ്ഞു, ഞാൻ അവിടെ കണ്ടു നിങ്ങളിൽ ചിലരെ. അതായത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ചിലരെയും അദ്ദേഹം സ്വർഗത്തിൽ കണ്ടു. ശാസ്ത്രം, മനുഷ്യൻ മറ്റൊരു ഡയമെൻഷനിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭാവി, ഭൂതം, വർത്തമാനം എന്നീ 3 കാലഘട്ടങ്ങളിൽ ഒരേ സമയം ഒരേപോലെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതിനർത്ഥം ഈ ലോകമെല്ലാം അവസാനിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്താണ് അദ്ദേഹത്തിന് അവിടെ പ്രത്യക്ഷപ്പെടാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതായത് ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്തും അദ്ദേഹത്തിന് ആ സമയത്തിൽ എത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭാവി കാലത്തിലേക്കും ഭൂതകാലത്തിലേക്കും എല്ലാം അനായാസം തന്നെ പ്രവേശിക്കാനും സാധ്യമാകുന്നതാണ്. മനുഷ്യൻ മറ്റൊരു ഡയമെൻഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതും സാധ്യമാണ്. ഭാഗം 5. സിദ്റത്തുൽ മുന്തഹ. മിഹ്റാജിൻ്റെ അവസാന തലത്തിൽ ജിബ്രീൽ പറയുന്നു, എനിക്ക് ഇതിനപ്പുറത്തേക്ക് പോകാനാവില്ല. അവിടെ നിന്ന് റസൂൽ ഒരാൾ മാത്രമായി മുന്നോട്ട് നീങ്ങി ദൈവസന്നിധിയിലേക്ക്. ശാസ്ത്രം, ഇത് മനുഷ്യബോധത്തിൻ്റെ പരമാവധി ഘട്ടമാണ്. ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ തൻ്റെ ബോധത്തെ പൂർണ്ണമായി വിപുലീകരിക്കുമ്പോൾ അവൻ സിംഗുലാരിറ്റി പോയിന്റിലെത്തും. സിംഗുലാരിറ്റി, അതാണ് എല്ലാം ആരംഭിച്ച സ്ഥലം, എല്ലാം അവസാനിക്കുന്ന സ്ഥലം, സൃഷ്ടിയും ദൈവബോധവും ഒന്നിക്കുന്ന സ്ഥലം. സൂഫികൾ ഇതിനെ ഫനാ എന്ന് പറയുന്നു. മനുഷ്യൻ ദൈവത്തിൽ ലയിക്കുന്ന നിമിഷം. ഭാഗം 6. പ്രാർത്ഥനയുടെ ദാനം. അള്ളാഹു പ്രവാചകനോട് പ്രാർത്ഥനയുടെ ദാനം നൽകി. ആദ്യമായി 50 ആയിരുന്ന അത് മൂസ അലൈഹിസ്സലാം പറഞ്ഞതോടെ കുറച്ച് 5 ആക്കി മാറ്റി. ശാസ്ത്രം, നമസ്കാരം ശരീരത്തെയും മനസ്സിനെയും സമതുലിതമാക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റീബാലൻസിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ എനർജി കണക്ഷനായി മാറുന്നത്. ഭാഗം 7. മടങ്ങി വരവ്. റസൂൽ അതേ രാത്രിയിൽ മക്കയിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അദ്ദേഹം സംഭവിച്ചത് പറഞ്ഞു. പക്ഷേ അവിശ്വാസികൾ അതിനെ പരിഹസിച്ചു. വിശ്വാസികൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. ശാസ്ത്രം, റിലേറ്റിവിറ്റി പ്രകാരം
റസൂൽ സമയം കടന്നു പോകുമ്പോൾ ഭൂമിയിലെ സമയം മന്ദമായി. റസൂൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഭൂമിയിലെ സമയം മന്ദമായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ അത്ഭുത യാത്രയും മടങ്ങിയതും അതേ രാത്രി തന്നെ ആയത്. ഭാഗം 8. ആത്മീയശാസ്ത്രം. മെഹ്റാജ് യാത്ര മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പരമാവധി ബോധമായിരുന്നു. ന്യൂറോ സയൻസ് ഇപ്പോൾ പറയുന്നു, മനുഷ്യൻ്റെ ബോധം കോൺഷ്യസ്നസ് സാധാരണ ബ്രെയിൻ ഫംഗ്ഷൻ അല്ല, അത് ക്വാണ്ടം ലെവൽ ഇൻട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ഉണർവ് വെറും ഭക്തിയല്ല, ഒരു ശാസ്ത്രീയ എനർജി ട്രാൻസ്ഫോർമേഷനാണ്. മെഹ്റാജ് എന്നത് മനുഷ്യൻ ദൈവത്തിലേക്കുള്ള യാത്രയല്ല, മറിച്ച് ദൈവം മനുഷ്യനിൽ തെളിയുന്ന നിമിഷമാണ്. ശാസ്ത്രം അതിനെ ടൈം ട്രാവൽ എന്ന് വിളിക്കുന്നു, ആത്മീയത അതിനെ മെഹ്റാജ് എന്ന് വിളിക്കുന്നു. രണ്ടിൻ്റെ ലക്ഷ്യമെന്ന് സൃഷ്ടിയുടെ രഹസ്യം കാണുക, സൃഷ്ടാവിൻ്റെ വെളിച്ചം അനുഭവിക്കുക. ഇതായിരുന്നു ഇസ്രാ മെഹ്റാജ് സംഭവവും അതിന് പിന്നിലെ ശാസ്ത്രവും. ഈ കഥയിൽ ഒരു സ്ഥലമെത്തിയപ്പോഴേക്കും അള്ളാഹുവിൻ്റെ മാലാക അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിക്കാത്തത്? ആ തടസ്സവും മറികടന്ന് അദ്ദേഹം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്? ഒരു കാര്യം വ്യക്തമായി പറയാം, ഈ കാരണം കൊണ്ട് മാത്രമാണ് ഇബ്ലീസ് മനുഷ്യൻ്റെ ശത്രുവായി മാറിയത്. എന്തെന്നാൽ മാലാകമാർക്ക് പോലും പ്രവേശിക്കാൻ സാധിക്കാത്തിടത്ത് മനുഷ്യൻ്റെ ആത്മീയ തലം ഉയരുന്നു എന്നുള്ള സത്യം കാരണമായിരുന്നു അത്. പഞ്ചസൃഷ്ടാവിൻ്റെ മൂന്നാമത്തെ സൃഷ്ടിയായ മനുഷ്യനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ലാസ്റ്റ് അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പടച്ചവൻ വരുത്തിയത്? ആ മാറ്റങ്ങൾ കാരണമാണ് ഇബ്ലീസ് മനുഷ്യൻ്റെ ശത്രുവായി മാറിയത്. അസൂയ കാരണമായി. ഇതിനെക്കുറിച്ചെല്ലാം വളരെ മനോഹരമായ ഒരു അന്വേഷണം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആത്മാവിൻ്റെ വഴികളിലൂടെ വീണ്ടും കാണാം. നന്ദി.